ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മലയാളികളുടെ പ്രിയ താരം ഹണി റോസിൻ്റെ പരാതിയിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് വയനാട്ടിലെ ഫ്ലാറ്റിൽ വെച്ച് അതിരാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. തീർച്ചയായിട്ടും ഇന്നലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിടുകയും അതിനുശേഷം അതിനും വൈകിയില്ല എങ്കിൽ താൻ മറ്റു നടപടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ ഹണി റോസ് ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. തീർച്ചയായും അതിനുശേഷം മുഖ്യമന്ത്രിയെ നേരിൽ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച ശേഷം ക്വിക്ക് ആക്ഷൻ ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ ഹണി റോസിന് ഉറപ്പ് നൽകിയിരുന്നു. അതിനുശേഷം ഇന്ന് ചോദ്യം ചെയ്യൽ ഹാജരാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരുന്നു. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ ഇന്ന് രാവിലെ തന്നെ വയനാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ 1000 ഏക്കറുള്ള ഫ്ലാറ്റിൻ്റെ തോട്ടത്തിൻ്റെ നടുവിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യമായി ഹണി റോസിൻ്റെ പ്രതികരണം. ഹണി റോസ് പറയുന്നത് തൻ്റെ ചെറിയൊരു വേദനയ്ക്ക് കിട്ടിയ വലിയൊരു റിലീഫാണ് ഈ അറസ്റ്റ് എന്നാണ് ഹണി പറയുന്നത്. ഹണിയുടെ വാക്കുകളിലേക്ക്. ഒരു ചെറിയ വിഷയമല്ല നമ്മൾ അഡ്രസ് ചെയ്തേക്കുന്നത്. ഞാൻ തന്നെ ഒരു കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിൽ എന്നെ തള്ളിവിട്ട അതിൽ മെയിൻ ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പം അറസ്റ്റിലായേക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹ്യൂജ് ഒരു റിലീഫാണ് ഇപ്പൊ കിട്ടുന്നത്. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു അനുവാദം ചോദിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്റെ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് തന്നെ ഇതിന്റെ പുറകിലുണ്ടാവും. യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. വളരെ ആശ്വാസം ചെയ്യുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം, അവരുടെ തൊള്ളയിൽ തോന്നുന്ന എല്ലാം കോതക്ക് പാട്ട് എന്നാണ് വളരെ മോശമായ രീതിയിൽ സ്ത്രീകളോ എന്നോ പുരുഷന്മാരോ എന്നില്ലാതെ വളരെ തെറിവിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമാണ്. എന്നാൽ അതിനൊരു വിരാമം ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു കടിഞ്ഞാണിടാൻ വേണ്ടി കേരള പോലീസിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും വളരെ ക്വിക്ക് ആക്ഷൻ ആയിരുന്നു. ഇന്നലെ തന്നെ പരാതി കൊടുത്തു. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ, അതും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ, ചെമ്മണ്ണൂരിൻ്റെ മുതലാളി നമ്മുടെ ബോച്ചെ, ഇന്ന് രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത് തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിൽ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് എന്ന് തീർച്ചയായിട്ടും പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഹണി റോസ് പറയുന്നുണ്ട്, തൻ്റെ പിറകെ നടന്നുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും ലൈംഗിക ചുവയുള്ള സംസാരങ്ങളുടെയും താൻ ഉദ്ഘാടനം ചെയ്ത അതേ സ്റ്റേജിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ അപമാനിച്ച ഇത്തരം വ്യക്തിക്കെതിരെ ഇത്തരം പെട്ടെന്ന് നടപടിയെടുത്ത് തീർച്ചയായിട്ടും വളരെ മനസ്സിന് ചെറിയ വേദനയിൽ വലിയ ഒരു സന്തോഷം നൽകുന്നു എന്നാണ് ഹണി മാധ്യമങ്ങളോട് സംസാരിക്കുകയും പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് നല്ലൊരു നടപടി തന്നെയാണ്. കാരണം ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ ആയാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഏതാനും ചില ഇൻ്റർവ്യൂകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഒരു സ്ത്രീയോടാണ് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. എന്നാൽ അവരോട് തന്നെ പറയുന്നുണ്ട് കുന്തിയനെ ദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളുടെ ആക്ഷനിൽ കൂടി തന്നെ വളരെ മോശമായ രീതിയിൽ ആ സ്ത്രീയെ ചിത്രീകരിക്കുന്നു. അത് കഴിഞ്ഞ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം നടി എന്നല്ലേ പറഞ്ഞത്, വേറെ ഒന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാമുള്ള ഒരു വൈരാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ പോകാൻ വിസമ്മതിച്ചതാണ് എന്നാണ് ഹണി തന്നെ ഇതിൻ്റെ മുന്നേ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം കുപ്രചാരണങ്ങൾക്കും ഇത്തരം ആക്ഷേപങ്ങൾക്കും എല്ലാം ഒരു കടിഞ്ഞാണിട്ടുകൊണ്ട് നമ്മളെ സഖാവ് പിണറായി വിജയൻ്റെ സർക്കാർ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്താവുന്നതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം മോശകരമായ ചില പരാമർശങ്ങളും അതുപോലെ തന്നെ പരിപാടികളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ സജീവമാണ്. അത്തരം തമ്പനകളും അത്തരം മെസ്സേജുകളും അത്തരം കമൻ്റ് ഇടുന്ന മനോരോഗികൾക്കുമുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങൾ മറ്റ് സ്ത്രീകൾക്കും സമൂഹത്തിലും അതുപോലെ തന്നെ സിനിമയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ജീവിതത്തിലും അതുപോലെ തന്നെ മാധ്യമ രംഗത്തും എല്ലാം തന്നെ തീർച്ചയായിട്ടും നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ട്രോൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ചില ഒരു ഹാസ്യ പരിപാടി തീർച്ചയായിട്ടും വളരെ മൃഗീയമായ രീതിയിലാണ് ഹണി റോസിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിനെയും അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും ഉൾപ്പെടെ തമ്പനകളാക്കി വെച്ചുകൊണ്ട് അത് ക്ലിക്ക് കിട്ടാൻ വേണ്ടി വളരെ മോശകരമായ രീതിയിൽ, ഇന്ന് ബോച്ചെ പറയുന്നതിനേക്കാൾ 1000 ഇരട്ടി മോശകരമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. അതിനെതിരെ വന്ന ഏറ്റവും വലിയൊരു നടപടി തന്നെയാണ് ഇത്. ബോച്ചയുടെ വയനാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ 1000 ഏക്കർ തോട്ടത്തിനുള്ളിലുള്ള ഫ്ലാറ്റിൽ വെച്ചാണ് ഇന്ന് രാവിലെ കേരള പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. തീർച്ചയായിട്ടും ആ സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു മനസ്താപം കണ്ടതായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹം വളരെ ആവേശത്തോടെ കൈവീശി കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഒരു
ലുക്മാൻ എന്ന ഒരു അർത്ഥത്തിൽ അദ്ദേഹം ജീപ്പിൽ കയറിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ബോച്ചെ ഇന്നലെ വൈകുന്നേരം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു കാര്യം തീർച്ചയായും സ്വീകാര്യപ്രദമാണ്. ആ നടിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താൻ തിരുത്താൻ വേണ്ടി സന്നദ്ധനാണ് എന്നും അതുപോലെ തന്നെ ആ നടിയോട് മാപ്പ് പറയാൻ താൻ സന്നദ്ധനാണ് എന്നും അദ്ദേഹം ഇന്നലെ വൈകുന്നേരം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ആ നടി ആ മാപ്പ് സ്വീകരിക്കാൻ തയ്യാറായില്ല. നേരം ഒരുപാട് വൈകിപ്പോയി എന്നാണ് നടി പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു ദൗത്യത്തിൽ താൻ പുറകെ തന്നെ ഉണ്ടാകും, താൻ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ ഹണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് ഹണിയോടും അതുപോലെ തന്നെ കേരള സമൂഹത്തോടുമുള്ള എല്ലാ സ്ത്രീകളോടും നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ നടിയുടെ കൂടെ നിൽക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.